ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് MDMA എത്തിക്കുന്ന മുഖ്യപ്രതി പിടിയിലായിരിക്കുന്നു. കൊല്ലം കുളത്തൂർ കോണ സ്വദേശിയായ നന്ദുവിനെയാണ് പാറശാല പോലീസ് പിടികൂടിയത്. പ്രതിയുടെ പേരിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും നിരവധി MDMA കേസുകളുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. അരുൺ സോളമനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, എങ്ങനെ പിടികൂടി? ഇയാളിലേക്ക് എങ്ങനെ എത്തി? ഒപ്പം ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണോ? ശ്രുതി, ഇത് ബംഗളൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക്, പ്രത്യേകിച്ചും കേരളത്തിലേക്ക് ഈ ലഹരി മരുന്നുകൾ, അതിൽ പ്രധാനമായിട്ടും MDMA അടക്കമുള്ള ലഹരി വസ്തുക്കൾ വിൽപ്പനയ്ക്കായിട്ട് മൊത്തമായും ചില്ലറയ്ക്കായും എത്തിക്കുന്ന മുഖ്യപ്രതിയെയാണ് ഇപ്പോൾ പാറശാല പോലീസ് പിടികൂടിയിരിക്കുന്നത്. നേരത്തെ 2 ആഴ്ചയ്ക്ക് മുമ്പ് കാട്ടാക്കട ആമച്ചൽ സ്വദേശിയായിട്ടുള്ള വിഷ്ണു എന്ന് പറയുന്ന വ്യക്തിയെ പാറശാലയിൽ വെച്ച് MDMAയുമായി വെച്ച് പോലീസ് പിടികൂടിയിരുന്നു. ഈ വിഷ്ണുവിനെ ചോദ്യം ചെയ്ത് വരുമ്പോഴാണ് കേരളത്തിലേക്ക് ലഹരി എത്തിക്കാനായിട്ട് തന്നെ ഏൽപ്പിച്ചത്. ഇത്തരത്തിൽ കൊല്ലം കുളത്തൂർക്കുളം സ്വദേശിയായിട്ടുള്ള നന്ദു ആണെന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് നിലവിൽ ഈ കൊല്ലം കുളത്തൂർക്കുളം സ്വദേശിയുള്ള നന്ദു തിരുവനന്തപുരം ചാക്കയിൽ ഒരു സ്വകാര്യ ലോഡ്ജിൽ താമസിക്കുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പാറശാല SI ദീപുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് MDMA വാങ്ങാനെന്ന വ്യാജേനയാണ് ഈ നന്ദുവിനെ കോൺടാക്ട് ചെയ്തത്. അങ്ങനെയാണ് ഇന്നിപ്പോൾ ചാക്കയിലെ ലോഡ്ജിൽ നിന്നും ഈ വ്യക്തിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. നിലവിൽ പാറശാല പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഈ ബംഗളൂരു കേന്ദ്രീകരിച്ച് ഒരു ഹബ്ബായിട്ട് കേരളത്തിലേക്ക് ഈ അതിർത്തി കടന്ന് ഈ ലഹരി മരുന്ന് എത്തിക്കുന്നതിൽ പ്രധാന കണ്ണിയാണ്. ഇതിന്റെ മറ്റ് ആരെങ്കിലും, ഇതിന് മുകളിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, മറ്റ് പ്രത്യേകിച്ചും നൈജീരിയ അടക്കമുള്ള ഇതര രാജ്യക്കാർക്ക് ബന്ധമുണ്ടോ, അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങളുണ്ടോ എന്നുള്ളതാണ് നിലവിൽ അന്വേഷിച്ചു വരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ മുഖ്യ കണ്ണിയാണ് പിടികൂടിയിരിക്കുന്നത്. ഇന്ന് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു വരുന്നതിന് ശേഷം വൈകുന്നേരത്തോടുകൂടി തന്നെ അറസ്റ്റ് അടക്കമുള്ളവ രേഖപ്പെടുത്തി റിമാൻഡിലേക്ക് കടക്കുമെന്നുള്ള വിവരമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ശ്രുതി, കേരളത്തിലേക്ക് ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിക്കുന്ന മുഖ്യപ്രതിയാണ് പിടിയിലായിരിക്കുന്നത്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.